ഫ്രാൻസ് PCC എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ്. ഫ്രാൻസിൽ നിന്ന് PCC എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? അവിടുത്തെ ഫ്രാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി കൺട്രി, ഒരു വൈബ്രന്റ് കൺട്രിയാണ്. അപ്പോൾ അവിടെ വിസിറ്റിന് പോകുന്നവരായിരിക്കാം മെയിൻ ആയിട്ട് കൂടുതലായിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വിസിറ്റ് വിസയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ചില കൺട്രീസിന്റെ ബൗണ്ടറീസ് ഉണ്ട്, അത് നമുക്ക് വിസിറ്റ് വിസയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ആ പ്രോപ്പറായിട്ടുള്ള ID കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. വിസ അപേക്ഷ കോപ്പി, പാസ്പോർട്ട് കോപ്പി, അത് വെച്ചിട്ട് നമുക്ക് എടുത്തു കൊടുക്കാം. 30 വർക്കിംഗ് ഡേയ്സ് ആണ് മാക്സിമം വരുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ PCC എടുത്തിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മാക്സിമം 30 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. മെയിനായിട്ട് വരുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൂടുതൽ നമുക്ക് ടൂറിസം ആയിട്ട് ബേസ് ചെയ്ത് അങ്ങനെ വിസ എടുത്ത് പോകുന്നത് കൊണ്ട് കറൻ്റ്ലി അവർക്കാണ് ഒരു ചെറിയൊരു ഡിഫിക്കൽറ്റി വരുന്നത്. ഓക്കെ, പക്ഷെ നമുക്കതൊരു പർപ്പസ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ഫർദർ ഫിംഗർ പ്രിൻറ്റ്സോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ ഏതെങ്കിലും കൺട്രിയിൽ നമ്മൾ ഇത്ര ഡേയ്സിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ PCC മാൻഡേറ്ററി ആണല്ലേ? അതിപ്പം ഇസ്രായേൽ എന്നുള്ള രാജ്യം, അത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. കാരണം ഇസ്രായേൽ എന്നുള്ള കൺട്രി ഇപ്പം വിസിറ്റ് വിസ ആണെങ്കിൽ തന്നെയും 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ഏതെങ്കിലും രാജ്യത്ത് നിന്നിട്ടുണ്ടെങ്കിൽ PCC വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൺട്രീസ് ആയിട്ട് നമ്മൾ നോക്കുകയാണ്. ആ ഒരു ഇഷ്യൂ നമുക്ക് കസ്റ്റമേഴ്സ് കൺസേൺ ആയതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രാൻസിൻ്റെ PCC അങ്ങനെയുള്ള ഏത് കൺട്രിയുടെ PCC റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്.